VK ടെക്കി ഓഫീസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ മൂന്നാമത്തെ വീഡിയോയിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. എംബഡഡ് സിസ്റ്റത്തിനെ കുറിച്ച് തന്നെയാണ് ഇന്നും പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ഒരു എംബഡഡ് സിസ്റ്റം, വാട്ട് ഈസ് ആൻ എംബഡഡ് സിസ്റ്റം ആൻഡ് വാട്ട് ആർ ഓൾ ദി എലമെന്റ്സ് ഓഫ് എൻ എംബഡഡ് സിസ്റ്റം, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഒരു എംബഡഡ് സിസ്റ്റം? ഒരു എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളറിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഘടകങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഒരു നിശ്ചിത ലക്ഷ്യം, ഡെഡിക്കേറ്റഡ് ടാസ്ക് ചെയ്തെടുക്കുന്നതിന് എന്ന സംവിധാനമാണ് ഒരു എംബഡഡ് സിസ്റ്റം. ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു കമ്പ്യൂട്ടറും അതിന് സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളും ചേർന്ന് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നു. അത്തരത്തിലൊരു സിസ്റ്റമാണ് എംബഡഡ് സിസ്റ്റം. അതിന് 3 ഘടകങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം എക്സാമ്പിളൊക്കെ പറഞ്ഞിരുന്നു. മനുഷ്യന്റെ ജീവനും പ്രായോഗിക ബുദ്ധിയൊക്കെ ആയിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് തന്നെ നമുക്ക് പറയാം. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് 3 ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ 3 ഘടകങ്ങൾ. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവ സവിശേഷതകൾ. ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് ആ വ്യക്തിയുടെ സ്വഭാവത്തിന്റെ മുകളിലാണ്, അല്ലേ? അതല്ലാതുള്ള വിലയിരുത്തലുണ്ട്, അത് പൈസ പോലുള്ള മറ്റു ജാതി മതം ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില്ല. പക്ഷെ ആത്യന്തികമായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ഒരു വ്യക്തി മറ്റൊരാളെ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അവൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര സിൻസിയറാണ്, അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ജോബിയലാണ്. ഇങ്ങനെ നമ്മൾ ചില ക്വാളിറ്റീസ് പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ആ വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടർ എന്ന് ഷോർട്ട് ഫോമിൽ പറയാറുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? എംബഡഡ് സിസ്റ്റത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഏറ്റവും ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട വസ്തുത അതൊരു ടാസ്ക് സ്പെസിഫിക് സിസ്റ്റമാണ് എന്നുള്ളതാണ്. ടാസ്ക് സ്പെസിഫിക്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ, ഡെഫിനിഷനിൽ പറഞ്ഞ പോലെ, കൃത്യമായിട്ട് ഒരു പ്രത്യേക ലക്ഷ്യം, പ്രത്യേക വർക്ക്, പ്രത്യേക ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു എംബഡഡ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2, ടൈം സ്പെസിഫിക് ആണ്. കൃത്യമായിട്ട് അതിലേക്ക് ഡാറ്റ കൊടുത്തു, നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത്ര സമയത്തിനുള്ളിൽ അതിൽ നിന്ന് ഔട്ട്പുട്ട്, റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അത് ഫാസ്റ്റായിട്ട്, വളരെ ഫാസ്റ്റായി എന്നുള്ളത് മാത്രം പോരാ, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് തന്നെ കിട്ടണം. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ടൈം സ്പെസിഫിക്. 3, പവർ കൺസംഷൻ മിനിമം ആയിരിക്കണം. കാരണം ഒരേ സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് എംബഡഡ് സിസ്റ്റങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഊർജത്തിന്റെ പ്രതിസന്ധിയാണ്. നമുക്കറിയാം, പെട്രോളിയം ഫ്യൂൽസ് ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഉള്ളത് തന്നെ വില കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. That means we'll have to tap maximum out of the available energy. To have it, we should ensure that minimum amount of power is consumed and 0% or very minimum is being wasted. ഒട്ടും വേസ്റ്റ് ആവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അത്തരത്തിൽ മിനിമം പവർ കൺസംഷൻ എന്നുള്ളത് തന്നെയാണ് എംബഡഡ് സിസ്റ്റത്തിന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്. ഇനി എടുത്ത് കൈകാര്യം ചെയ്യാനെന്നുള്ള എളുപ്പത്തിന് വേണ്ടി വളരെ ചെറിയ സൈസാണ് വെയിറ്റ്, സ്മോൾ സൈസ് ആൻഡ് സ്മോൾ വെയിറ്റ്. ദാറ്റ് മേക്സ് ഇറ്റ് വെരി ഹാൻഡി. വളരെ ഹാൻഡിയായിട്ട്, വളരെ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാകും. ആൻഡ് നെക്സ്റ്റ് കംസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റിക്വയർമെന്റ് ഓഫ് എനി സിസ്റ്റം. എംബഡഡ് അല്ല ഏത് സിസ്റ്റവും, ഏത് വ്യക്തി, ദാറ്റ് ഈസ് അക്യുറസി. ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഷാർപ്പായിട്ട്, ഒട്ടും തെറ്റരുത്, അക്യുറേറ്റ് ആയിരിക്കും.
ആൻഡ് ദെൻ അക്യുറേറ്റ് ആയാൽ മാത്രം മതി പോരാ, എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കുമെന്ന് അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഉറപ്പ് വേണം. അപ്പോഴല്ലേ നമുക്കതിനെ വിശ്വസിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിശ്വാസ്യത ഏതൊരു സിസ്റ്റത്തിൻ്റെയും പരിപൂർണമായിട്ടും ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. വിശ്വാസ്യത അല്ലെങ്കിൽ റിലയബിലിറ്റി. നമുക്ക് എത്രത്തോളം അതിനെ ആശ്രയിച്ച് നിൽക്കാം, എത്രത്തോളം വിശ്വസിച്ച് നിൽക്കാം. ഈ കാര്യത്തിലും എംബഡഡ് സിസ്റ്റം ഒരുപാട് മുന്നിലാണ്. ഇറ്റ് ഈസ് ഹൈലി റിലയബിൾ. 99.999%. It's not 100, because 100 is not practically attainable. It's only hypothetical assumption. 100% പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? 99.99% അത് ഫെയിലിയർ ആവില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആൻഡ് നെക്സ്റ്റ്, അഡാപ്റ്റബിലിറ്റി. വ്യത്യസ്ത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ഒരേ റിസൾട്ട് കൊടുക്കാൻ സിസ്റ്റത്തിന് കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന കോവിഡ് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന തെർമൽ സ്കാനർ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, മിക്കവാറും ഫോണുകൾ എവിടെയാണ് ഉണ്ടാകുന്നത് നമ്മൾ പറയാതെ തന്നെ അറിയാം. കോവിഡ് പോലെ തന്നെ ഈ സാധനം വന്നിടുന്ന ചൈനയിൽ നിന്ന് തന്നെയാണ്. പക്ഷെ ചൈനയിൽ നിന്ന് വരുന്ന ഒരേ സ്ഥലത്തേക്കാണ് അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയിലും മറ്റ് വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്, മാർക്കറ്റുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ മൊബൈൽ ഫോണിന് എന്ത് വേണം? ഏത് സാഹചര്യത്തിലുണ്ടാകും, തണുപ്പ് രാജ്യങ്ങളിൽ ചെന്നാലും ചൂട് രാജ്യങ്ങളിൽ ചെന്നാലും അതുപോലെ തന്നെ മറ്റെവിടെ ചെന്നാലും അവിടുത്തെ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് അതിന് നോർമൽ ഓപ്പറേഷൻ, നോർമൽ റിസൾട്ട് കൊടുക്കാൻ ആ സിസ്റ്റത്തിന് കഴിയണം. ഓക്കെ, ദെൻ കംസ് കോസ്റ്റ്. വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കും. ദെൻ ഓൺലി വി ക്യാൻ മേക്ക് ഇറ്റ് പോപ്പുലർ. പീപ്പിൾ ക്യാൻ അഫോർഡ് ഇറ്റ്, isn't it? And last but not least, it should have very good life. കുറെ കാലം അത് ഉദ്ദേശിക്കുന്ന ഒരു പീരീഡിലെങ്കിലും അത് ഫെയിലിയർ ആവാതെ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ കഴിവുകളുണ്ടായിരുന്നു. So these are all listed as the important classifications of embedded system. I will repeat once again. Task specific, time specific, then minimum power consumption, small size and weight, accuracy, highly accurate, high reliability, very good adaptability, then low cost and long life. ഇത്രയും ഘടകങ്ങൾ മിക്കവാറും എല്ലാ എംബെഡഡ് സിസ്റ്റത്തിലും നമുക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഘടകങ്ങൾ തന്നെയാണ്. റൈറ്റ്. സോ ഇനി ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ചില ക്യാരക്ടറിസ്റ്റിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും ഓരോ അവസരത്തിലും എംബെഡഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം ഉപയോഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എംബെഡഡ് സിസ്റ്റത്തിനെ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എംബെഡഡ് സിസ്റ്റത്തിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാം. എന്തൊക്കെയാണ് എംബെഡഡ് സിസ്റ്റത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ടൈപ്പുകൾ, ക്ലാസിഫിക്കേഷൻസ്? എംബെഡഡ് സിസ്റ്റത്തിന് നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് ക്രൈറ്റീരിയകൾ ഉപയോഗിച്ചുകൊണ്ട്, രണ്ട് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത്, ഒരു എംബെഡഡ് സിസ്റ്റം മറ്റേതൊക്കെ ഘടകങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റേതൊക്കെ സിസ്റ്റങ്ങളുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നു. ഒരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എംബെഡഡ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൈം സ്പെസിഫിക് ആണ്. ഇത് എത്രത്തോളം ടൈം സ്പെസിഫിക് ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയും, അതിന് കൊടുത്തിരിക്കുന്ന ഈ സമയക്ലിപ്തത പാലിക്കുന്നതിൻ്റെ അളവിൽ എത്രത്തോളം കൃത്യമായിട്ട് ഈ സമയക്ലിപ്തത പാലിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എംബെഡഡ് സിസ്റ്റത്തിന് സൗകര്യത്തിന്, ഇതൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് തരംതിരിക്കുക. ആദ്യത്തെ കാറ്റഗറി നമുക്ക് നോക്കി നോക്കാം. അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് ഇന്റർ കണക്ഷൻസ് ഓഫ് നെറ്റ്വർക്കിംഗ്. ഓൺ ദറ്റ് ബേസിസ് മറ്റ് സിസ്റ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, എത്ര സിസ്റ്റങ്ങളുമായിട്ട് പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എംബെഡഡ് സിസ്റ്റത്തിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്നാമത്തത് സ്റ്റാൻഡ് എലോൺ എംബെഡഡ് സിസ്റ്റം. സ്റ്റാൻഡ് എലോൺ എംബെഡഡ് സിസ്റ്റം. സെക്കൻഡ്, രണ്ടാമത്തത് നെറ്റ്വർക്ക് എംബെഡഡ് സിസ്റ്റം. നെറ്റ്വർക്ക് എംബെഡഡ് സിസ്റ്റം. ആൻഡ് ദ തേർഡ് വൺ, മൊബൈൽ എംബെഡഡ് സിസ്റ്റം. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന മൂന്ന് ക്ലാസിഫിക്കേഷൻസ്. എന്തൊക്കെയാണ് ഓരോന്നും? ഒന്നാമത്തത്
പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും, സ്വയം പര്യാപ്തം. അതിന് ഒരു സിസ്റ്റമായിട്ടും ബന്ധമില്ല. അത് സ്വന്തം ഇൻപുട്ട് സ്വീകരിക്കുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് മറ്റൊന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സ്വയം ഔട്ട്പുട്ട് കൊടുക്കുന്നു. ഡാറ്റ സ്വയം വാങ്ങുന്നു, സ്വയം കൊടുക്കുന്നു. ഇറ്റ് നെവർ ഡിപ്പെൻഡ്സ് അപ്പോൺ എനി അതർ സിസ്റ്റംസ് ഫോർ ദ റിസോഴ്സസ് ഓർ ഇറ്റ്സ് ഔട്ട്പുട്ട്. ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള സാധനം തെർമൽ സ്കാനർ. അതിൻ്റെ ഡാറ്റ എവിടെയാണ് പോകുന്നത്? ഒരാളുടെ നെറ്റിയുടെ നേരെ ഇൻഫ്രാറെഡ് ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ ഡാറ്റ അവിടെ നിന്ന് എടുക്കുന്നു. മറ്റൊന്നുമായിട്ട് അത് കണക്ട് ചെയ്യുന്നില്ല, നേരിട്ട് ഓൺ ദ സ്പോട്ട് കൊടുക്കുന്നു. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഡാറ്റ സ്വീകരിച്ച് മറ്റൊന്നിൻ്റെ സഹായമില്ലാതെ സ്വയം ഔട്ട്പുട്ട് കൊടുക്കാൻ കഴിയുന്ന സിസ്റ്റങ്ങളെയാണ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഡിജിറ്റൽ ക്യാമറയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ടിക്കറ്റിംഗ് മെഷീനിൽ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സ്കാനറുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലടിക്കാൻ പോകുമ്പോൾ നമ്മൾ കാർഡ് റീഡർ കൊടുക്കാറുണ്ട്, അവിടെ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരം സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് അല്ലേ. രണ്ടാമത്തത് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ എംബഡഡ് സിസ്റ്റം പരസ്പരം ബന്ധിക്കും. ഡാറ്റ ഒന്നും മറ്റൊന്നിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു, പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുന്നു ഡാറ്റ. ഔട്ട്പുട്ടോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരസ്പരം ഒരു ഷെയറിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഹോം സെക്യൂരിറ്റി സിസ്റ്റം, ഗേറ്റിലെ CCTV ക്യാമറകൾ വെക്കാറുണ്ട്, അലാറം വെക്കാറുണ്ട്. ഇതിനെ തന്നെ ചില മൊബൈലുകളിലേക്ക്, അതുപോലെ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഇതിനെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണ്. 5 or 6 സിസ്റ്റങ്ങൾ പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നു. ഏതെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ all these will be alert and data will be transferred or shared between these systems and such a mechanism. അതിൻ്റെ വേറൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ പറയാവുന്ന ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ പാസ് എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ കാലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ വരുമ്പോൾ അവർക്ക് കേരളത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ട് അവർക്ക് പാസ്, ഇലക്ട്രോണിക് പാസ് കൊടുക്കും. പാസ് കൊടുത്തൊരു വ്യക്തി വളയാറിൽ വന്ന് എൻറോൾ ചെയ്യുമ്പോൾ യെസ് ഞാൻ വന്നിരിക്കുന്നു കിടക്കുകയാണെന്ന് പറഞ്ഞ് വളയാറിൽ നിന്ന് ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് അവിടെ കമ്പ്യൂട്ടറിൽ വന്ന അയാൾ സൈൻ ഇൻ ചെയ്താൽ അറ്റ് ദ സെയിം ടൈം ഏത് ജില്ലയിൽ, ഏത് താലൂക്കിൽ, ഏത് വില്ലേജിൽ, ഏത് വാർഡിലേക്കാണോ അയാൾ പോകുന്നത് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ജില്ലാ കളക്ടർ, DMO, കോവിഡ് സെൽ, ജില്ലാ പോലീസ് സൂപ്രണ്ട്, അങ്ങനെ വന്ന് ബ്ലോക്ക് ഓഫീസർ, പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാ വർക്കർ, പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഡോക്ടർ, ഇങ്ങനെ ഇയാൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇവർ മുഴുവൻ ഈ വിവരം അറിഞ്ഞിരിക്കും. മാത്രമല്ല ഇവർ പരസ്പരം ഷെയർ ചെയ്യുന്നു. ജില്ലാ കളക്ടർ അപ്പം വില്ലേജ് ഓഫീസർക്ക് വിവരം കൊടുക്കുന്നു, പോകാൻ പറയുന്നു. വില്ലേജ് ഓഫീസർ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചു പോയി ചെക്ക് ചെയ്യാൻ പറയുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു, ആശാ വർക്കറിന് ഇൻഫർമേഷൻ കൊടുത്തു, അവർ വന്നു അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇത്തരത്തിൽ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നെറ്റ്വർക്ക് എംബഡഡ് സിസ്റ്റം. ഇത് ആരും ഒന്നും ചെയ്യുന്നില്ല, ഒറ്റ പാസ്, അയാളുടെ പാസ് അവിടെ എൻട്രി ചെയ്യുന്നതോട് കൂടെ ഇത് മുഴുവൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുക. ഒരാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. ദിസ് ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഫോർ നെറ്റ്വർക്ക് സിസ്റ്റം. മൂന്നാമത്തത് മൊബൈൽ എംബഡഡ് സിസ്റ്റം. അത് പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളും സാറ്റലൈറ്റ് ഫോണുകളും തന്നെ വൈഡായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരുപാട് സിസ്റ്റമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. എത്രയും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്നത്തെ സ്മാർട്ട് ഫോണൊക്കെ ഒരുവിധ എല്ലാ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത്തരത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ എംബഡഡ് സിസ്റ്റം. അപ്പോൾ ഇന്റർകണക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ എംബഡഡ് സിസ്റ്റം മൂന്നായിട്ട് തിരിക്കാം. സ്റ്റാൻഡ് അലോൺ സിസ്റ്റം, നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം, മൂന്നാമത്തെ മൊബൈൽ എംബഡഡ് സിസ്റ്റം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടൈം റെസ്ട്രിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല, എന്നാലും നമുക്ക് അതിനെ ഒന്ന് പറഞ്ഞു നോക്കാം. 2 തരം എംബഡഡ് സിസ്റ്റമാണുള്ളത്. ഒന്ന് ഹാർഡ് ടൈം. നമ്മൾ എംബഡഡ് സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടറിന്റെ പോലെയല്ല, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വാട്ട് ഈസ് എ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം? കൃത്യസമയത്ത് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര സമയം എന്ന് പറഞ്ഞ് ഇട്ടാണ് ടാസ്ക് കൊടുക്കുന്നത്. ആ സമയത്തിനുള്ളിൽ അത് തീർന്നില്ല. ഇത് 2 രീതിയിൽ സംഭവിക്കും. ഹാർഡ് ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ടൈം റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ടൈം റെസ്ട്രെയിൻറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തിൽ
ഇത്തരത്തിൽ ടൈം റെസ്ട്രിക്ഷനെ വയലേറ്റ് ചെയ്താൽ, തെറ്റിച്ചു കഴിഞ്ഞാൽ, ദ ടോട്ടൽ റിസൾട്ട് വിൽ ബി കൊളാപ്സ് ആൻഡ് ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ടു ബി ഫെയിലിയർ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പറഞ്ഞ ഓട്ടോമൊബൈലിന്റെ ഡ്രൈവറുടെ സേഫ്റ്റിക്ക് വേണ്ടി വെക്കുന്ന എയർ ബാഗ്, ഇൻ കേസ് ഓഫ് എ ഫ്രണ്ട് ആൻഡ് കൊളിഷൻ പോയി അടിക്കുകയാണെങ്കിൽ അടിച്ച് ഇത്ര മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് ബൾജ് ചെയ്ത് വരണം. എങ്ങനെ വരും? ഡ്രൈവറുടെയും സ്റ്റിയറിംഗിന്റെ ഇടയിൽ ഇത് ബൾജ് ചെയ്ത് വലിയൊരു ബലൂണായിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സാധാരണ കേസിൽ ഇത്തരം ആക്സിഡന്റ് വരുമ്പോൾ ഡ്രൈവറുടെ ചെസ്റ്റ്, ഹാർട്ട് ലങ്സ് ഒക്കെ ചേർന്ന് സ്റ്റിയറിങ്ങിനോട് ജാമായിട്ടാണ് മരണങ്ങൾ സംഭവിക്കാറ്. അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇടി നടന്ന് ഇത് പോയി അടിക്കുന്നതിനിടയ്ക്ക് വളരെ ചെറിയൊരു സമയമാണുള്ളത്. അതിനുള്ളിൽ ബലൂണിനെ ബ്ലാസ്റ്റ് ചെയ്യിക്കണം. എയർ ബാഗ് ബ്ലാസ്റ്റ് ചെയ്ത് ഇടയിൽ വരാം. സമയം വൈകി എന്താ പ്രശ്നം? ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അടിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ചിലപ്പോൾ അടിച്ചതിന് പിന്നാലെ ആയിരിക്കും ബലൂൺ ബാക്കിലായിരിക്കും ബൾജ് ചെയ്ത് വരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ മേക്ക് ദ ഡ്രൈവർ മോർ ജാം ടു ദിസ് ഫിയർ. അഡ്വേഴ്സ് നേരെ വിപരീത ഫലം ഉണ്ടാകും. അതുപോലെ തന്നെ ട്രാഫിക് സിസ്റ്റം, ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റ്, തൊട്ടടുത്ത ഗ്രീൻ തെളിയുന്നതിന് മുമ്പ് മറ്റേ റൂട്ടിലേക്കുള്ള റെഡ് തെളിഞ്ഞിരിക്കണം. ഇത് ഗ്രീന് വരികയാണെങ്കിൽ ആദ്യം ഇതിനെ ബ്ലോക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റെഡ് തെളിയാൻ കുറച്ച് വൈകി വിചാരിക്കുക, ഇവിടുന്ന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കും, ഇവിടുന്ന് ഗ്രീനും കൊടുത്തു, ആൻഡ് കൊളിഷൻസ് വിൽ റിസൾട്ട്. ദാറ്റ് മീൻസ് സിസ്റ്റം ഈസ് ഫെയിലിയർ. ഇത്തരത്തിൽ ടൈം വയലേഷനിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും ടോട്ടൽ ഔട്ട്പുട്ട് ഫെയിലിയർ ആയിട്ട് മാറുന്നതാണ് ഹാർഡ് ടൈം എംബെഡഡ് സിസ്റ്റം. രണ്ടാമത്തെ കേസിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈമിൽ ചെറിയ റെസ്ട്രിക്ഷൻ വന്നു. ഇപ്പൊ ഇൻഡക്ഷൻ കുക്കറിൽ പാല് തിളപ്പിക്കാൻ വെക്കുന്നു, 4 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4 മിനിറ്റ് തിളയ്ക്കാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. 4 മിനിറ്റ് നോർമൽ എന്ത് ചെയ്യണം? 4 മിനിറ്റ് വർക്ക് ചെയ്യണം. പാല് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ആണ്, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആണ്. ദാറ്റ് ഈസ് എ ഡിസൈൻ പ്രൊസീജിയർ അല്ലേ? സപ്പോസ് അത് 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് വൈകുന്നിരിക്കും. ഒഡിസറിസ് വൈകാൻ പാടില്ല. വൈകിയാൽ ഔട്ട്പുട്ട് മോശം തന്നെയാണ്. ചിലപ്പോൾ എന്തുണ്ടാവാം? കുറച്ചൊന്ന് പൊന്തിന്ന് വരാം, പാല് കുറച്ചൊന്ന് പൊന്തിന്ന് വരാം. എന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്ന് കുറച്ച് തൂവിപ്പോയി എന്ന് വരാം. ദാറ്റ് മീൻസ് കമ്പാരിറ്റീവ്ലി, ഐ മീൻ കമ്പാരിറ്റീവ്ലി, അത് ശരിയാണെന്നല്ല പറയുന്നത്. കമ്പാരിറ്റീവ്ലി ദ ഹാം ബീങ് ഡൺ ഈസ് ടോളറബിൾ. ചെറിയ ഉപദ്രവേ ചെയ്യുന്നു. ഇത്തരത്തിൽ ഔട്ട്പുട്ടിൽ ചെറിയ വ്യത്യാസം അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ ചെറിയ കേടുപാടുകൾ ഉണ്ടാക്കുമെങ്കിൽ പോലും അത് ടോളറബിൾ ലെവലിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വരുത്തുന്ന സിസ്റ്റങ്ങളെയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സിസ്റ്റങ്ങളാണ് സോഫ്റ്റ് ടൈം എംബെഡഡ് സിസ്റ്റം. വാഷിംഗ് മെഷീനിൽ തുണി തിരുമാനുള്ള സെക്കൻഡിൽ 1-2 സെക്കൻഡുകൾ അങ്ങോട്ടും കൂടെ മാറിയാൽ കറണ്ട് വേസ്റ്റും മറ്റുമൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് നേരത്തെ പറഞ്ഞ പോലുള്ള വലിയൊരു സിവിയർ ഡാമേജ് സംഭവിക്കുന്നു. അതിനെയാണ് നമ്മൾ സോഫ്റ്റ് ടൈം എംബെഡഡ് സിസ്റ്റം. അപ്പോൾ ഈ ഹാർഡ് ടൈമും സോഫ്റ്റ് ഇത്തരത്തിൽ ഇത് ക്ലാസിഫിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് എംബെഡഡ് സിസ്റ്റത്തിന്. ഇനിയും ഒരുപാടുണ്ട്, നമ്മളെല്ലാം ഇവിടെ എടുത്ത് പറയുന്നില്ല. എംബെഡഡ് സിസ്റ്റത്തിന് പല രീതിയിൽ നമുക്ക് എടുത്ത് ക്ലാസിഫൈ ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ടത് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കുന്നില്ല. നമുക്ക് വഴിയെ മറ്റ് ചില എംബെഡഡ് സിസ്റ്റങ്ങളും കൂടെ പരിചയപ്പെടുന്നത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എംബെഡഡ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള എംബെഡഡ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാനുള്ള ഒരു കാര്യം ആപ്ലിക്കേഷൻസ് ആണ്. എന്തൊക്കെ മേഖലകളിൽ ഏതൊക്കെ തരത്തിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നു. ആദ്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എംബെഡഡ് സിസ്റ്റത്തിന്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം എന്താണ്? എവിടെയൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് പറയാനാണ്. കാരണം അത്രയ്ക്ക് വ്യാപകമായിരിക്കുന്നു. ഓൾമോസ്റ്റ് ബിക്കോസ് ഓഫ് ദ സോളിഡ് സ്റ്റേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിന്റെ പ്രത്യേകത കൊണ്ട് മിക്കവാറും എല്ലാ മേഖലകളിലും എംബെഡഡ് സിസ്റ്റം അതിൻ്റെതായിട്ടുള്ളൊരു സ്വാധീനം, അതിൻ്റെതായിട്ടുള്ളൊരു സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. നമ്മുടെ മൊബൈൽ ഫോണിൽ തുടങ്ങി ഇൻഡക്ഷൻ കുക്കർ, വാഷിംഗ് മെഷീൻ, ഹോം സെക്യൂരിറ്റി സിസ്റ്റം, ഫ്ലൈറ്റ് ലാൻഡിംഗ് സിസ്റ്റം, മെഡിക്കൽ ഫീൽഡ്, റോബോട്ടിക് സർജറി, ഈവൻ ഇലക്ട്രോണിക് ടാബ്ലറ്റുകൾ, ഇലക്ട്രോണിക് സിഗരറ്റ്സ്, ലൈക്ക് ഓൾ ദീസ് എക്യുപ്മെന്റ്സ് പല മേഖലകളിലും എടുത്തു പറയാൻ ടിക്കറ്റിംഗ് മെഷീൻസ്, ഈവൻ യുവർ സ്ലീപ്പ് അനലൈസർ, നിങ്ങളുടെ നുണപരിശോധന പോലുള്ള കാര്യങ്ങൾ നടത്തുന്നത്, ഡയബറ്റിക് പേഷ്യൻസിന് കൃത്യസമയത്തിന്
അലർട്ട് കൊടുക്കുന്ന സിസ്റ്റങ്ങൾ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ റോബോട്ടിക്സിൽ ഏതുതരം റോബോട്ടുകളാണെങ്കിലും അവിടെ എംബഡഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്, ഇൻഡസ്ട്രിയിൽ, വാർഫീൽഡിൽ, മൈൻ ഡിറ്റക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ റോബോട്ടിക്സ് എംബഡഡ് സിസ്റ്റം ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. സ്പൈങ്, പ്രവൃത്തിക്ക് പറ്റേണ്ടി ഉപയോഗിക്കുന്നു. ഫാമിങ്, അഗ്രികൾച്ചർ, ഡെഫിനറ്റ് അഗ്രികൾച്ചറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും എംബഡഡ് സിസ്റ്റം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക്. അപ്പോൾ ഒരു ചെറിയ കമ്പ്യൂട്ടറിന്റെ സഹായത്തിൽ, ഒരു മൈക്രോ കൺട്രോളറിന്റെ സഹായത്തിൽ ഒരു കൂട്ടം ഘടകങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കൊച്ചു സംവിധാനമാണ് എംബഡഡ് സിസ്റ്റം. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അതിന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. ഇതിന് മുഴുവൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ കൊച്ചു കമ്പ്യൂട്ടർ തന്നെ. നമ്മളതിന് പറയുന്ന പേരാണ് മൈക്രോ കൺട്രോളർ. സോ എന്താണ് ഒരു മൈക്രോ കൺട്രോളർ? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? ആള് ചെറുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കടഞ്ഞ പുലിയാണ്. അതെന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത? എന്താണ് അതും വലിയൊരു കമ്പ്യൂട്ടറായിട്ടുള്ള വ്യത്യാസം? ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്കിനി അറിയാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്ര നേരം എന്നെ സഹിച്ച, എന്നെ കേട്ട, ശ്രദ്ധിച്ച എല്ലാവർക്കും മനസ്സ് നിറയെ സ്നേഹം.